ലാസ്റ്റ് ഞാൻ അവനോട് പറഞ്ഞ് എനിക്ക് വേറെ കസ്റ്റമർ വരുന്നുണ്ട് ചേട്ടാ, ഒന്ന് വ്യക്തനാവട്ടെ, മതി എന്നുണ്ട്. മൈന അതെന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ തള്ളേ സുഖം നിന്റെ അമ്മയുടെ പുറുപ്പമായിരി ആന്ന് തള്ളി മാറ്റി ഞാൻ അവനെ. അറിയോ എന്നിട്ട് ഇന്നലെ എന്നെ എന്തൊക്കെ ചെയ്തെന്നറിയോ? ഞാൻ പിന്നെ സുഖിച്ചു. ഞാൻ എന്നാ നിർത്താത്തെ അതെന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഓൾറെഡി സത്യം എന്നെ ഇന്നലെ അവൻ പിടിച്ചു വലിച്ച് എന്താ ചെയ്തൊരു സംഭവം ചെയ്ത് തന്നെ. ഇന്നലെ കള്ളും ഞാൻ പൂസല്ലായിരുന്നോ, എത്ര രൂപയാകും സുഖിക്കാൻ? നല്ല കാശം. എൻ്റെ മോളെ ഞാൻ എന്നിട്ട് ഇങ്ങനെ എനിക്കത് സുഖിച്ചിട്ട് വയ്യ. ഒരുപാട് സുഖിച്ചു മോളെ ഞാൻ. എനിക്ക് ഏകദേശം എനിക്കൊരു 6 വട്ടമെങ്കിലും ഇന്നലെ ഇന്നലെ ഒരുപാട് നേരം സുഖിച്ചു. പച്ച കൊടുക്കുന്നവൻ പിച്ച കൊടുക്കുന്നവാ ഹായ്. ഇന്നലെ എനിക്ക് എന്തോ സപ്പോർട്ടാക്കിയില്ലേ? പിച്ച കൊടുക്കുന്നവൻ നിങ്ങൾക്ക് എനിക്കൊരു ഹാർട്ടിങ്ങിൽ തന്നുകൂടെ? നിങ്ങൾ നല്ലൊരു വ്യക്തി ആയിരുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഇപ്പോൾ ഒരു ഹാർട്ട് പറയും. പറ്റുമോ സക്കീർ ബായിക്ക് എനിക്കൊരു ഹാർട്ട് തരാൻ 100-ൻ്റെ? പറ്റുമോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? എനിക്ക് വേണ്ട വട. നിങ്ങൾ വടപ്രിയനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വടപ്രിയനാണ് ഗുയിസ്, വടപ്രിയൻ. എനിക്ക് വേണ്ട പിച്ചെടുക്കുന്നവന്. എനിക്കൊരു ഹാർട്ട് വേണം. നിങ്ങളെ കൊണ്ട് പറ്റുമോ? സക്കീർ ബായിക്ക് പറ്റുമോ അഭിജിക്കൊരു വടയല്ല ഒരു 100-ൻ്റെ ഹാർട്ട് തരാൻ? അടിച്ചോ അവന് ഉണ്ട. എനിക്ക് അങ്ങോട്ട് അടി ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് അടിക്കുമോ? അടിക്കാൻ ആളെ കിട്ടുന്നില്ല. നിങ്ങളെങ്കിലും അടിക്കും ചേട്ടാ. ഞാനായതുകൊണ്ടൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. വേറെ വല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെയൊക്കെ പിഴുത് അല്ല ചേച്ചി, നിങ്ങളൊക്കെ പിഴുത് മുടത്ത് നിങ്ങളെ മുതലാക്കി കാശും കയ്യിലാക്കിയിട്ട് അവളുമാരൊക്കെ ഈ പ്ലാറ്റ്ഫോം വിടും. വിജിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും. എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ ഗിഫ്റ്റർമാരെ തേടി, ആരുടെ പേര് ഞാൻ പറയില്ല, പല ഗിഫ്റ്റേഴ്സ്മാരെ PMB പോയിട്ട് പല പെണ്ണുങ്ങളോട് ഗിഫ്റ്റേഴ്സ്മാരുടെ നമ്പറും മേടിച്ച് അവരെ കൈവശത്താക്കി എത്രത്തോളം പെണ്ണുങ്ങൾക്ക് ഊമ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഊമ്പിച്ചിട്ട് എല്ലാം കയ്യിലാക്കിയിട്ടുണ്ടല്ലോ. കയ്യിലെ കാശോട്ട് അനക്കാനും വയ്യ. മറ്റുള്ളവരെ കൊണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ അതൊട്ട് ഇറക്കാനും വയ്യ, അനക്കാനും വയ്യാത്ത അവസ്ഥയിലാക്കിയിട്ട് കുറേ ഊമ്മന്മാരെ പിഴുതെടുത്ത് കയ്യിലാക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോം വിട്ടു പോവും. കൂടുതലും ഗിഫ്റ്റർമാരെ കയ്യിൽ കാശ് ഫുള്ളും അടിച്ചു മാറ്റി പെണ്ണുങ്ങൾ ലാസ്റ്റ് ഈ പ്ലാറ്റ്ഫോം നിങ്ങളെ ബ്ലോക്ക് അടിച്ച് നിങ്ങളെ ഈ പ്ലാറ്റ്ഫോം ഇട്ടിട്ട് പോകും ഗുയിസ്. ഓക്കെ, ഊര് പറയത്തില്ല, പേര് പറയത്തില്ല, എല്ലാം ഓക്കെ. സീരിയസ്ലി ഗിഫ്റ്റർമാർ സൂക്ഷിച്ചോ. നിങ്ങളെ കൈവശത്തേക്ക് നിങ്ങളുടെ PMൽ പല പെണ്ണുങ്ങളുടെ കുറ്റവും കുറവും പറഞ്ഞു വരുന്ന ലേഡീസിനെ നിങ്ങൾ സൂക്ഷിച്ചോ. പേര് പറയില്ല, സൂക്ഷിച്ചോ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു മനുഷ്യരെ പിഴിയുന്നില്ല. ഇത് എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എന്താണെന്ന് മേട്ട പിഴിയാത്ത. ഞാൻ ഒരാളും പിഴിയില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചു എന്നോട്? പൈസയുടെ മഹത്വം എന്താണ്, ഈ പൈസ ഏതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന്, പൈസയ്ക്കുള്ള വാല്യൂ എനിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാകുന്ന ആവശ്യമാണ്. ഞാൻ ഒരിക്കലും ഒരാണുങ്ങളെ പിഴിയാനും പോകില്ല. എനിക്ക് ഗിഫ്റ്റർമാരുടെ നമ്പറും വേണ്ട. ബിജിയുടെ ഹൈലൈറ്റ് അതാണ്. ആരും പറ്റിക്കില്ല, ചതിക്കില്ല. മറ്റുള്ള സ്ത്രീകളോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഗിഫ്റ്റർമാരുടെ PMൽ പോകും. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ലേഡീസിനുള്ള ആൾക്കാരോട് വന്നപ്പോൾ നമ്മുടെ കുറ്റങ്ങൾ, സഹതാപങ്ങൾ, വീട്ടിലെ ബുദ്ധിമുട്ട്, അത് ഇത്, റൂം റെൻ്റ് അടിക്കാൻ കാശില്ല, അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ജോലിക്കാരികളൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റർമാരുടെ നമ്പറൊക്കെ മേടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിമ്പിൾ. ചിലപ്പോൾ അവർ കൂടെ ഒരു നൈറ്റൊക്കെ കിടക്കുമായിരിക്കും. നൈറ്റ് എനിക്ക് കാശ് വേണ്ട, എനിക്ക് ഗിഫ്റ്റ് അടിച്ച് തന്നാൽ മതി, നൈറ്റിൻ്റെ കാശ് മേടിക്കുക. എനിക്ക് ചില ആളുകൾ പെണ്ണുങ്ങൾ എനിക്ക് നൈറ്റ് കിടന്നാൽ എനിക്ക് കാശ് തരണ്ട, എനിക്ക് ആ പൈസ കൊണ്ട് ഗിഫ്റ്റ് അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ലയണും യൂണിവേഴ്സൊക്കെ അങ്ങ് അടുപ്പിക്കും. സീരിയസ്ലി സത്യം.
നിന്റെ കൂടെ ഞാൻ നൈറ്റ് കിടന്നു, എനിക്ക് ആ നൈറ്റ് കാശായിട്ട് വേണ്ടടോ, എനിക്ക് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റായിട്ട് അടിക്കുകയാണെങ്കിൽ ആ പൈസയും കിട്ടും, അയാൾക്കൊരു പേരും കിട്ടും. ഇതാണ് പെണ്ണുങ്ങളുടെ മടി. ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തിക്കുക. കയ്യിൽ എത്രയോ പിടിയത് കാശുണ്ടാക്കും. കാശുണ്ടാക്കിയിട്ടോ അവർ ഈ പ്ലാറ്റ്ഫോം വിടും. പിന്നെ നിങ്ങൾ ഗിഫ്റ്റ് അടിക്കുന്ന ഗിഫ്റ്റർമാർ മുമ്പും. സീരിയസ്ലി എനിക്കൊന്നും ഇന്നത്തെ ഗിഫ്റ്റർമാരെ ഒപ്പിക്കാൻ കിട്ടുന്നില്ലല്ലോ മുത്തപ്പ. എനിക്ക് ആരെയും വേണ്ട. ഞാൻ വിട്ട് പറയുന്നത് നോത്ത് നോക്കിയപ്പോ ആരെ കുറിച്ചാണ് പറഞ്ഞത് ഒരു എനിക്ക് ആരെ കുറിച്ചാ പറഞ്ഞത് അറിയേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്, കൊള്ളേണ്ടവർക്ക് കൊള്ളിയിട്ടുണ്ട്. എല്ലാവരും അതന്നെ അല്ലേ ചെയ്യുന്നത്. ഇപ്പം അതില് ഗിഫ്റ്റർമാരെ പറഞ്ഞേ, ഞാൻ ഒരു ഗിഫ്റ്ററിനെ പറഞ്ഞല്ലോടോ. എടോ ഈ ലോകത്ത് നല്ല നല്ല ഗിഫ്റ്റർമാരുണ്ട്. ഓക്കെ, എനിക്കും ഉണ്ട് ഗിഫ്റ്റർമാർ. ഞാനിന്നിവിടെ ലൈൻ ചോദിച്ചിട്ട് ലൈൻ തരാനുള്ള ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ചോദിക്കില്ല. ഓക്കെ കേട്ടാ. ഒരു യൂണിവേഴ്സിലും തരും. ഓക്കെ, ഞാനങ്ങനെ മുതലെടുക്കുന്ന ആളല്ല. ഞാൻ ചോദിക്കും ഒരു നുണ്ട ആട്ടോ, ഒരു കിസ്സോ, ഒരു ട്രെയിനോ, കൂടി ഒരു 1K ചോദിക്കും. ഞാൻ അപ്പുറം ചോദിക്കില്ല, വേണ്ട. ആശപ ചേച്ചി, എനിക്ക് മനസ്സിലായി ചേച്ചി കുറെ നൈരന്മാർക്ക് പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചോന്നോ? അതേ മാത്രമേ കുടിച്ചു. ഹോളിഡേട്ടാ എനിക്കൊരു ഹാർട്ട് തരൂ പ്ലീസ്, എൻ്റെ മുത്തല്ലേ, ഒരു ഹാർട്ട്. ഹോളിഡേറ്റിന് അഭിമാനിച്ചൂടെ ഈ ബിജിനെ കുറിച്ച്? നിങ്ങൾക്ക് അഭിമാനിച്ചുകൂടെ? ഇത്ര നല്ലൊരു കൂട്ടുകാരിനെ കിട്ടിയതിൽ ഹോളിഡേറ്റിന് നെഞ്ചി വിരിച്ച് പറഞ്ഞു കിടക്കാം. എൻ്റെ ബിജിയാണ്, എൻ്റെ ബിജിമോള് എന്ന്. എവിടെയും ഒരു ചീത്തപ്പേര് സമ്പാദിക്കാതെ ഞാൻ ഇത്രയും എന്നെ കാത്തു സൂക്ഷിച്ചില്ലേ, ഒന്നും നഷ്ടപ്പെടുത്താതെ. എൻ്റെ അണപ്പം ഇതാരാ പേര് മാറ്റി? നീ ആരാ? ഈ വേട്ടാവളിയിൽ പിടിച്ച് ആദ്യം ബ്ലോക്ക് അടിക്കേണ്ടതാണ് ആശുപ ചേച്ചി. ആ പൂർണ്ണ മെറീസ, എൻ്റെ മോളെ നീ വലുന്ന് പറഞ്ഞു. പിന്നെ പറയുന്നുണ്ട് ഇവരെല്ലാവരും ബ്ലോക്ക് അടിച്ചാളാ മെറീസ. ഈ നാളെ ചെക്ക് ചെയ്യാം. മെറീസ അല്ല, ഞാൻ വണ്ണം വെച്ച മെറീസയ്ക്ക് തോന്നുന്നു ചേച്ചി വണ്ണം വെച്ച പോലെ ഫീൽ ചെയ്യുന്നു.